എൻ്റെ പുസ്തകം വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒന്ന് അതിൻ്റെ ഈ തലക്കെട്ട് തന്നെയാണ്, സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ. എന്ത് സംപ്രേഷണം ചെയ്യണം എന്നുള്ളത് മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സംപ്രേഷണം ചെയ്യാത്ത ചിലത് പ്രേക്ഷകരിൽ അല്ലെങ്കിൽ വായനക്കാരിൽ എത്തിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ആ ടൈറ്റിലേക്ക് പോകുന്നത്. എല്ലാ മനുഷ്യരിലും ഒരു വിശുദ്ധനുമുണ്ട്, ഒരു ചെകുത്താനുമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ദുരന്തങ്ങളെ വിറ്റ് കാശാക്കുന്ന മനുഷ്യരായി മാറിപ്പോയിട്ടുണ്ട്. മാധ്യമങ്ങൾ ദുരന്തമുഖത്ത് വേണ്ടെന്നല്ല, ദുരന്തമുഖത്ത് മാധ്യമങ്ങൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. ഓർമ്മയിലൊരു കണ്ണീരായി ബാക്കിയിരിക്കുന്ന മാധ്യമപ്രവർത്തന കാലത്തെ യാത്രയിലൊന്നാണ് ഇടമുലക്കുടി എന്നുള്ളതും ആ മനുഷ്യർ, മണ്ണിനടിയിലേക്ക് പോയ ആ മനുഷ്യർ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള വിഷൻ വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള വിഷൻ പ്രസാധന രംഗത്തേക്കും കടന്നത്. കേരള വിഷൻ പബ്ലിക്കേഷൻസ് എന്ന പേരിൽ അത് പ്രസാധന രംഗത്തേക്ക് കടക്കുമ്പോൾ നിലവിൽ പുസ്തകങ്ങൾ 3 എണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്നുള്ളതാണ്. അതിനുശേഷം വിശുദ്ധൻ്റെ കുംഭസാരം. ഈ 2 പുസ്തകങ്ങളുടെയും ഒരു പ്രത്യേകത, ഈ 2 പുസ്തകങ്ങളും രചിച്ചിരിക്കുന്നത് ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ്. നിരവധി ചാനലുകളുടെ മേധാവിയായിട്ടുള്ള മാധ്യമപ്രവർത്തകനായ, പ്രോഗ്രാം മേധാവിയൊക്കെ ആയിട്ടുള്ള, ഒപ്പം തന്നെ നിരവധി സൂപ്പർ ഹിറ്റ് പരിപാടികളുടെ സംവിധായകനൊക്കെ ആയിട്ടുള്ള ഷംനാദ് പുതുശ്ശേരിയാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ രചനകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ, അങ്ങനൊരു പുസ്തകത്തിന് പേര് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പേര് കേട്ടപ്പോൾ ചിന്തിച്ചതാണ് എന്തായിരിക്കും അത് എന്നുള്ളതാണ്. എനിക്ക് ഒരുപക്ഷെ എൻ്റെ പുസ്തകം വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒന്ന് അതിൻ്റെ ഈ തലക്കെട്ട് തന്നെയാണ്, സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ. ടെലിവിഷൻ മനുഷ്യരുടെ ജീവിതങ്ങൾ, നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ സംപ്രേഷണം ചെയ്ത് എത്തിക്കുന്ന ഒരു മാധ്യമമാണ്. പക്ഷെ അതിന് പിന്നിലുള്ള കഥകൾ പലപ്പോഴും പ്രേക്ഷകർ അറിയാറില്ല. പ്രേക്ഷകർ അറിയാത്തത് സംപ്രേഷണ യോഗ്യമല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ എന്നൊരു ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് എന്ത് സംപ്രേഷണം ചെയ്യണം എന്നുള്ളത് മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സംപ്രേഷണം ചെയ്യാത്ത ചിലത് പ്രേക്ഷകരിൽ അല്ലെങ്കിൽ വായനക്കാരിൽ എത്തിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ആ ടൈറ്റിലേക്ക് പോകുന്നത്. ആ ടൈറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നതിൽ വളരെ സന്തോഷം. അതുമാത്രമല്ല, പിന്നീട് രണ്ടാമത് എഴുതിയ പുസ്തകത്തിൻ്റെ പേരും വിശുദ്ധൻ്റെ കുംഭസാരം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളൊരു പുസ്തകം എഴുതുന്നു, സ്വാഭാവികമായിട്ടും അതിൻ്റെ ടൈറ്റിലുകളിലൊരു വേറിട്ട വഴി സ്വീകരിക്കണം, അങ്ങനൊരു ചിന്ത ആദ്യമേ വെച്ച് പുലർത്തുന്നതാണോ എങ്ങനെ? നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് എന്താണ്? ഒരു പേരാണ്. ആ പേരിലാണല്ലോ നമ്മളിപ്പോൾ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പേര് കാണുമ്പോൾ തിരിഞ്ഞു നോക്കണം എന്നുള്ള സംഭവത്തിനാണ്. പിന്നെ അതിനകത്തെ ഉള്ളടക്കം. വിശുദ്ധൻ്റെ കുംഭസാരം എന്ന് പറയുന്ന പുസ്തകം എല്ലാ മനുഷ്യരിലും ഒരു വിശുദ്ധനുമുണ്ട്, ഒരു ചെകുത്താനുമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവമോ സാഹചര്യമോ അനുസരിച്ച് ആ വിശുദ്ധനും ആ ചെകുത്താനും പുറത്തു വരുന്നു. അപ്പോൾ വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരായി കാണുന്നവർക്കൊക്കെയും, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ളത്, അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് എപ്പോഴും വിശുദ്ധിയുള്ള, അല്ലെങ്കിൽ പുറം ലോകം വിശുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന തന്നെ ആവണമെന്നില്ലല്ലോ. കുംഭസരിക്കാം ആർക്കും. കുംഭസാര രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ ആ പുസ്തകം വായിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ വിശുദ്ധൻ്റെ കുംഭസാരങ്ങളിൽ അയാൾ എന്ന് ഉപയോഗിക്കുന്നത്, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ പറയുന്നുണ്ട്, ആരാണ് അയാൾ? അത് ഞാനാവാം, നീയാവാം, നമ്മളാവാം, നമ്മളോട് പറഞ്ഞവരാകാം, നമ്മൾ കണ്ട സംഭവങ്ങളിലെ മനുഷ്യരാവാം. നമ്മൾ തന്നെയാണ് ആ പുസ്തകവും. അല്ലെങ്കിൽ ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ ഓരോ സംഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ സംഭവങ്ങളിലൂടെ എന്നല്ല, അതിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങളിലൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു രചനാ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഈ ബഷീറിയൻ സാഹിത്യത്തിൻ്റെ ലാളിത്യം എന്നൊക്കെ പറയും, ആ രീതിയിൽ
ലളിതമായൊരു ഭാഷയാണ് ബഷീറിയൻ. റിയാസ് എന്നെ ഒരു ട്രോളിനുള്ള വകയാക്കി മാറ്റുകയാണ്. അതായത് ബഷീറിയൻ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം എഴുതുമ്പോൾ അത് ഉറപ്പായിട്ട് ആളുകൾക്ക് നമ്മളെ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ നമ്മൾ ഈ വലിയ ആൽമരങ്ങൾക്ക് ചുവട്ടിൽ ജീവിക്കുന്ന കരിയിലകളാകാൻ പോലും യോഗമില്ലാത്ത അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ അത്തരം വലിയ ആൽമരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ഈ ടെലിവിഷനിൽ ഞാൻ ഈ മാധ്യമപ്രവർത്തനം പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചൊരു പാഠമാണ്, നമ്മൾ വാർത്ത എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫീച്ചറുകൾ ചെയ്യുമ്പോൾ, നമ്മൾ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാവണം ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു പുസ്തകം രചിക്കുമ്പോഴും സ്വാഭാവികമായും നമ്മുടെ ഭാഷ അങ്ങനെയാണ്. അതിനകത്ത് കല്ലും കലർപ്പുമില്ലാതെ എഴുതാനായിട്ട് ശ്രമിക്കുന്നു, മനസ്സിൽ തോന്നിയത് അതുപോലെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ഭാഷയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണോ വർത്തമാനം പറയുന്നത്, ഞാൻ എങ്ങനെയാണോ ഇത്ര നാൾ എഴുതിയിട്ടുള്ളത്, ആ ഭാഷയിൽ പകർത്തി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അതാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ പുസ്തകത്തിൻ്റെ ഒരു അധ്യായം തന്നെ അതാണ്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുന്നത്. അത് അതിനകത്ത് വന്ന പരിപാടികൾ ചിലത് ജനങ്ങൾക്ക് അത്ര വിശ്വാസ്യമായിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പേരും അങ്ങനെയായിരുന്നു. അത് താങ്കളുടെ ജീവിതത്തിലുണ്ടാക്കിയ ചില പ്രതിഫലനങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ ആ ഒരു അധ്യായത്തിൽ വിവരിക്കുന്നത്. അത്തരം അനുഭവങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അത് പിന്നീട് ഈ ഒരു രചനയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഗുണഫലങ്ങൾ എന്താണ്? വിശ്വസിച്ചാലില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ ആർക്കെങ്കിലും അറിയാവുന്ന ആളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലുമാണ്. ഞാൻ ഈ അടുത്ത് വിശ്വസിച്ചാലില്ലെങ്കിൽ ഞാൻ നിർത്തി, ഞാൻ മറ്റു ചാനലുകളുടെ ചുമതലക്കാരനായി പോയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു ദശാബ്ദം പിന്നിട്ടു ആ പ്രോഗ്രാം നിർത്തിയിട്ട്. പക്ഷേ ഈ അടുത്തും ഇൻസ്റ്റാഗ്രാം റീലുകളായിട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലിൻ്റെ ചില ഭാഗങ്ങൾ വരുന്നത് കാണുമ്പോൾ ആ പരിപാടിയുടെ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് അളവറ്റ സന്തോഷം ഉണ്ടാവാറുണ്ട്. അത് ആ പ്രോഗ്രാമിൻ്റെ ജോണറാണ്. ഇന്നത്തെ കാലത്ത് അത്തരമൊരു പ്രോഗ്രാം ഇറങ്ങിയാൽ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ 100% പറയാൻ വിജയിക്കില്ല. കാരണം അത്രത്തോളം സോഷ്യൽ മീഡിയയും എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ള എല്ലാവരും ഒരു മാധ്യമപ്രവർത്തകനാകുന്ന കാലത്താണ്. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കഥകൾ കേട്ടുകേൾവികൾ മാത്രമായി പ്രചരിച്ചിരുന്ന ഒരു കാലത്ത് നമ്മൾ ആ സ്ഥലങ്ങളിൽ പോവുകയും അത് പകർത്തുകയും അത് സംഭവങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾ കേട്ടത് അപ്പടി അവതരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിൽ പങ്കാളിത്തമില്ല. പക്ഷേ അതിനപ്പുറത്ത് ഒരുപാട് ജീവിതങ്ങളുടെ കഥകളുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കൊണ്ട് സഹായം കിട്ടിയ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രോഗ്രാം ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാനിന്നും അത് അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും അത് ഓർക്കുന്നു. എൻ്റെ പുസ്തകത്തിൽ സ്വാഭാവികമായും ഞാൻ മാധ്യമപ്രവർത്തന ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു അധ്യായമായി വന്നില്ലെങ്കിൽ അത് അപൂർണമാകുമെന്ന ധാരണ കൊണ്ട് തന്നെയാണ് അതിലൊരു അധ്യായത്തിൻ്റെ പേര് അങ്ങനെ ഇടുകയും അതിൽ ഞാൻ കടന്നുപോയ ചില അനുഭവങ്ങളെക്കുറിച്ചിട്ടും അതിൽ ഞാൻ എഴുത്തിൽ സ്വീകരിച്ചിട്ടുള്ള ചില ശൈലികളെക്കുറിച്ചിട്ടുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ പല തരത്തിലൂടെ ഈ പുസ്തകം കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കപടമായ മുഖങ്ങൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആയിഷ പോലുള്ള ഒരു അധ്യായത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ഇടപെടുന്ന ഐഷയെ പോലുള്ള ലക്ഷദ്വീപിൽ നമ്മൾ കണ്ടിട്ടുള്ള ഐഷയെ ഒക്കെ കൃത്യമായി തന്നെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനൊരു വേറിട്ടൊരു കഥാപാത്ര ചിത്രീകരണം അതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി അതിനകത്തുണ്ടാവും. അല്ല, തീർച്ചയായും അത്തരം അധ്യായങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. ഞാൻ വ്യക്തികളെ സമീപിക്കുന്നത് അവരുടെ കേട്ടുകേൾവികളിൽ നിന്നല്ല, എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ വ്യക്തികളെ സമീപിക്കുന്നത്. ലക്ഷദ്വീപ് എന്നൊരു ഇഷ്യൂ ഇപ്പോൾ ശാന്തമായിരിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് കത്തി നിന്ന ഒരു സമയത്താണ് ആ ഐഷ എന്ന് പറയുന്നൊരു ലക്ഷദ്വീപുകാരിയായ ഒരു പെൺകുട്ടിക്ക് താൻ അധിവസിക്കുന്ന ഭൂവിഭാഗത്തോട് എത്ര ഇഷ്ടമുണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നവൾ വാർത്താ പ്രാധാന്യം നേടിയൊരു വ്യക്തിയായിരുന്നില്ല, മാധ്യമങ്ങൾക്ക് അത്ര സുപരിചിതയായിരുന്നില്ല. പക്ഷേ എന്നിട്ടും തൻ്റെ സ്ഥലം, തൻ്റെ ജനങ്ങൾ, തൻ്റെ നാടൊരു കഷ്ടത്തിലാണെന്നറിയുമ്പോൾ, തൻ്റെ നാട് പ്രശ്നങ്ങൾ നേരിടണമെന്നറിയുമ്പോൾ അവൾ മാധ്യമങ്ങളുടെ ശ്രദ്ധ അവളിലേക്കല്ല, തൻ്റെ നാട്ടിലേക്ക് മാധ്യമങ്ങളൊന്ന് നോക്കണം എന്ന് മാത്രമേ അവൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ ആഗ്രഹം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ തൻ്റെ നാടിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് എനിക്ക് ഐഷയെ വളരെ ഇഷ്ടമാകുന്നത്. ആ സംഭവങ്ങൾ ഞാൻ പിന്നീട് വിവരിച്ചിട്ടുണ്ട്. പിന്നീട് ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളെന്ന നിലയിൽ അവൾക്ക് മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടുണ്ട്. ആ ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളിലേക്ക് മാധ്യമ ശ്രദ്ധ എത്തിയിട്ടുണ്ട്.
അപ്പോൾ അത്തരം സംഭവങ്ങൾ അതൊക്കെ എൻ്റെ മാധ്യമപ്രവർത്തന കാലത്ത് ഞാൻ പലതരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുള്ളപ്പോൾ ആത്മാർത്ഥതയുള്ളതും ആത്മാർത്ഥത ഇല്ലാത്തതും, ചിരിക്കുന്ന എല്ലാ മുഖങ്ങളുടെയും പിന്നെ ഉള്ളിൽ, അല്ലെങ്കിൽ ചിരിക്കുന്ന എല്ലാ മുഖങ്ങളുടെയും പിന്നിൽ ചിരി തന്നെ ആവണമെന്നില്ലല്ലോ. നമ്മുടെ ചിരിച്ചുകൊണ്ട് എതിരേൽക്കുന്ന ചില മനുഷ്യർ ഉള്ളിൽ മറ്റൊന്നായിരിക്കാം. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന സമയത്ത് ഈ പെട്ടിമുടി ദുരന്തം പറയുന്നുണ്ട്. അന്ന് കാട്ടിൽ അകപ്പെട്ടു പോകുന്നു. അവിടെ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഒരു ചായക്കടക്കാരൻ, ആ ചായക്കടക്കാരൻ നിങ്ങളോട് കാശ് വാങ്ങിക്കുന്നില്ല. ആ ഒരു സ്നേഹമാണ്. അത് വായിച്ചപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് വയനാട്ടിലുള്ള മനുഷ്യരെയാണ്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഇനി ഇടവരരുത് എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളാണിത്. അതിന് സമാനമായ ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കൊന്നൊരു ദുരന്തമാണ്. ആ മനുഷ്യർ ഇപ്പോഴും എത്രമാത്രം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ്. ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ആ അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ ഓർമ്മകൾ ബാക്കി അയക്കുന്ന ചില മനുഷ്യർ അവരുടെ ദുരന്തം അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ ക്യാമറയുമായിട്ടല്ല പോയത്, അത് റെക്കോർഡ് ചെയ്യാനല്ല പോയത്. ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പറ്റിയ മനുഷ്യർ, നമ്മളോട് സ്നേഹത്തോടെ ഇടപഴകിയ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന ആദിയിൽ നിന്നാണ് പോയത്. പക്ഷെ നിർഭാഗ്യവശാൽ പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകരിൽ ചിലരോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനമോ ഈ മരണ വീടുകളെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയോ ഇത്തരം നൊമ്പരങ്ങളിലേക്ക് പറന്നെത്തുന്ന ഹെലിക്യാമുകളിലൂടെ ഒപ്പിയെടുക്കുന്ന മുഖങ്ങളെ വിൽക്കുന്നവരായോ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ദുരന്തങ്ങളെ വിറ്റ് കാശാക്കുന്ന മനുഷ്യരായി മാറിപ്പോയിട്ടുണ്ട്. മാധ്യമങ്ങൾ ദുരന്തമുഖത്ത് വേണ്ടെന്നല്ല, ദുരന്തമുഖത്ത് മാധ്യമങ്ങൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. അവിടേക്ക് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും അവിടുത്തെ സംഭവങ്ങൾ പുറംലോകത്ത് എത്തിക്കാനും ഒക്കെ സജീവമായി ഇടപെടുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷേ ചിലരെങ്കിലും ഈ ദുരന്തമുഖത്തെയും കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന തരത്തിലുള്ള ചെറിയ മനുഷ്യരുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ ഇടമലക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങളെ അവിടേക്ക് പഠിപ്പിക്കാനായി നാട്ടിൽ നിന്ന് പോകുന്ന അധ്യാപകരുടെ ഈ അധ്യാപകർക്കൊപ്പം നടത്തിയൊരു യാത്രയാണത്. ആ യാത്ര വളരെ ദുരിതപൂർണമായിരുന്നു. ആ യാത്രയുടെ ഓരോ നിമിഷവും ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് കിട്ടിയ ഒരു യാത്ര, ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. ആ യാത്ര അത്രയോളം കഷ്ടത നിറഞ്ഞതായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ചാരിതാർത്ഥ്യം ഉണ്ടാക്കിയ ഒന്നുമാണ്. ആ യാത്രയിൽ ഈ മാധ്യമപ്രവർത്തകരോട് ഇന്ന് ഉള്ളതുപോലെ അല്ല. ഇന്നും മാധ്യമപ്രവർത്തകരെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ അന്ന് കുറച്ചുകൂടി മാധ്യമപ്രവർത്തകരെ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര മധ്യേ പോകുമ്പോൾ ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം തരികയും എത്ര നിർബന്ധിച്ചിട്ടും പൈസ മേടിക്കുകയും ചെയ്യാതിരുന്നൊരു കുടുംബം, അത് പിന്നീട് ഈ പെട്ടിമുടി ദുരന്തം വരുമ്പോൾ ആ കുടുംബമൊന്നുമല്ല, നമ്മൾ കണ്ട ആ സ്ഥലം മുഴുവൻ മണ്ണിനടിയിലായി പോവുകയാണ്. അപ്പോൾ ഈ വാർത്ത ഒരു ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എൻ്റെ ഫോട്ടോയുടെ ശേഖരങ്ങളിൽ ഇപ്പോഴും അവർക്കൊപ്പം ഇരുന്നെടുത്ത പടമുണ്ട്. അപ്പോൾ ആ വേദനയിലാണ് ഞങ്ങൾ പെട്ടിമുടിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമോ, അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ശേഷിക്കുമോ, ഞങ്ങളെ തിരിച്ചറിയുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ എത്തി ഒരു ദിവസം ഒരു ആദ്യത്തെ ഒരു 7-10 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ അറിയുന്നത് ആ കിട്ടിയ മൃതദേഹത്തിൽ അവർ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഓർമ്മയിൽ എന്നൊരു കണ്ണീരായി മാറി നിൽക്കുന്ന ഓർമ്മയിൽ ഒരു കണ്ണീരായി ബാക്കി വയ്ക്കുന്ന മാധ്യമപ്രവർത്തന കാലത്തെ യാത്രയിലൊന്നാണ് ഇടമലക്കുടി എന്നുള്ളതും ആ മനുഷ്യർ, മണ്ണിനടിയിലേക്ക് പോയ ആ മനുഷ്യർ. അത് വല്ലാത്തൊരു ഓർമ്മയാണ്. ഞാൻ ഈ പുസ്തകം വായിച്ച സമയത്ത് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കളെ ആദ്യമായി കാണുമ്പോൾ ചോദിക്കണമെന്ന് കരുതിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം, ആ അധ്യായത്തിലുള്ള സുലോചന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ, അല്ല അവരിപ്പോഴും ഫസലുദ്ദീന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്? ഒരു വല്ലാത്തൊരു വേദന നിറഞ്ഞൊരു പ്രണയം അവിടെയുണ്ട്. റിയാസ്, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് പ്രോഗ്രാമിന് വേണ്ടി പകർത്താൻ പോയ ഒരു കഥയാണ്. അപ്പോൾ ആ കഥ, അതിലെ സുലോചന, ഞാൻ ആരാണ് സുലോചന എന്നറിയാതെ, കാരണം ഈ കഥയ്ക്ക് ശേഷം അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഈ സുലോചനയുടെ 2 മക്കൾ, സുലോചന ഹിന്ദുവാണ്, സുലോചനയുടെ മുസ്ലിമായ ഭർത്താവ്. ഈ മുസ്ലിമായ ഭർത്താവിൽ പിറന്ന 2 മക്കളെയും മുസ്ലിങ്ങളായി തന്നെ വളർത്തുന്നു. സുലോചന ഹിന്ദുവായി തുടരുന്നു.
ഇവർ ഈ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. അവർ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ എഴുതിയ ഒരു കത്ത് മൂലം ആ ഭർത്താവ് നാട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ ഈ സങ്കട കഥ കണ്ടിട്ട് സുലോചനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഫസലുദ്ദീൻ എന്ന് പറയുന്ന അയാളെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹം എൻ്റെ നാട്ടുകാരനായിരുന്നു. അത് ഞാൻ അറിയുന്നില്ല. ഞാൻ തിരക്കി പിടിച്ച് പോകുമ്പോൾ എൻ്റെ നാട്ടിലാണ് ഈ ഫസലുദ്ദീൻ. അദ്ദേഹം മറ്റൊരു ഭാര്യയും മക്കളുമായി കഴിയുകയാണ്. ഇനി ഒരിക്കലും സുലോചനയുടെ അടുത്ത് ആഗ്രഹിച്ചാൽ പോലും പോകാൻ പറ്റാത്ത തരത്തിൽ. പക്ഷേ സുലോചനയും മക്കളും ഇപ്പോഴും മറ്റൊരിടത്ത് മറ്റൊരു ഭാര്യയും മക്കളുമായി കഴിയുന്ന തൻ്റെ പ്രിയതമൻ എന്നെങ്കിലും വരുമെന്ന് കരുതി സുലോചനയും ഈ രണ്ട് മക്കളും കാത്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ കഥ ഞാൻ ഫസലുദ്ദീനെ കണ്ടെത്തിയപ്പോൾ ഫസലുദ്ദീനോട് ഇങ്ങനെ നിങ്ങളുടെ ഭാര്യയും മക്കളോടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുകയും അത് മറ്റൊരു എപ്പിസോഡായി കാണിക്കുകയും ചെയ്തെടുത്ത് എൻ്റെ കടമ നിറവേറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ അടുത്ത കഥകളിലേക്കാണ് പോകുന്നത്. ഞാൻ പിന്നെ ഒരിക്കലും ഇവർ രണ്ടുപേരെയും യോജിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയായിരുന്നില്ല. മനുഷ്യരെന്ന നിലയിൽ ഈ മനസ്സിൻ്റെ ഐക്യമാണല്ലോ പ്രണയത്തിൻ്റെ ഏറ്റവും പവിത്രത എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫസലുദ്ദീൻ ഒരുപക്ഷെ ഇപ്പോഴും സുലോചനയ്ക്കൊപ്പവും മക്കൾക്കൊപ്പവും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നടക്കാത്ത വിധം അവരകന്നു പോകുന്നു എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ അവരെ രണ്ട് ഇടത്ത് എത്തിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, ആഗ്രഹിച്ചാലും എത്താത്ത അകലത്തെ ആഗ്രഹിച്ചാലും എത്താത്ത അകലത്തിലേക്ക് അവർ മാറിപ്പോയിട്ടുണ്ടാകും. ഇനി പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹത്തെ മക്കളെ കാണാനും ഭാര്യയെ കാണാനും ഒക്കെ മുൻ ഭാര്യയെ കാണാനും ഒക്കെ പോകാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഈ മനുഷ്യർ ഇങ്ങനെയാണ്. രണ്ടുപേരും രണ്ടിടത്തുണ്ട്. അവർ രണ്ടുപേരുടെയും പ്രിയപ്പെട്ടവർ രണ്ടിടത്തായി കഴിയുന്നു എന്നുള്ള കാര്യം രണ്ടുപേർക്കും കൃത്യമായി വിവരം കൊടുക്കാൻ ആ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫസലുദ്ദീൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കാണുകയാണ് എന്നുള്ളതല്ല, ലോകത്തിൻ്റെ കൃത്യമായും ഇന്ന സ്ഥലത്ത് നിന്ന് കാണുകയാണ് എന്നുള്ളത് സുലോചനയ്ക്ക് അറിയാം. അവിടെ നിന്ന് ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് അടുത്ത എപ്പിസോഡിലേക്ക് യാത്ര തുടർന്നു. ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു എഴുത്ത് എന്ന് പറയുന്ന അഴകുള്ള സെലീനയാണ്. സെലീനയെ നമുക്കും അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഒരു വായനക്കാരന് അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ അവസാനം സെലീനയുടെ മരണത്തെ വിവരിക്കുന്ന ഒരു വരിയുണ്ട്. ഒരുപക്ഷെ ഞാൻ എന്തായാലും ആ പുസ്തകത്തിൽ തന്നെ അത് നോക്കാം നമുക്ക്. മലർന്നു കിടക്കുന്ന അവളുടെ മൃതദേഹത്തിന് മുകളിൽ ആരോ ഒരു കിറത്തുണി വലിച്ചിട്ടിരിക്കുന്നു. എത്രയോ പേരെ ശരീരം കൊണ്ട് വിരുന്നൂട്ടിയവൾ അവസാനത്തെ വിരുന്നുകാരനായി വന്ന മരണത്തെ പുൽകി വിറങ്ങലിച്ച് കിടക്കുകയാണ്. ആ കാഴ്ച എൻ്റെ ഹൃദയത്തെ തൊട്ടു. എനിക്കപ്പോൾ സങ്കടം തോന്നി. ഈ വിസ്തൃത വിശാല ലോകത്ത് അവൾക്കായി മറ്റാരെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബന്ധുവെന്നോ സ്വന്തമെന്നോ പറയാൻ അവൾക്കാരെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് അവൾ ഇவ்விധം തെരുവിലെത്തിയത്? ചോദ്യങ്ങളിങ്ങനെ കുറച്ചുനാൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മനുഷ്യർക്കും ഉണ്ട് ജീവിതമെന്ന്. തീർച്ചയായിട്ടും അത് ഈ അഭിസാരികയായി പോയി ശരീരം വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്നുള്ളതുകൊണ്ട് അവർ മനുഷ്യരല്ലാതാവില്ലല്ലോ. മനുഷ്യൻ്റെ സങ്കടങ്ങളും വികാരങ്ങളും വേദനകളും ഒന്നും ഇല്ലാത്ത മനുഷ്യരാവില്ലല്ലോ. സലീന എന്നെ വളരെ നോവിച്ച ഒരു സ്ത്രീയാണ്. ഞാനിങ്ങനെ അന്ന് വളരെ ചെറിയ പ്രായമാണ്, മാധ്യമപ്രവർത്തനത്തിൻ്റെ തുടക്കകാലമാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിവക്കിലെ അതിസുന്ദരിയായ പൂച്ചക്കണ്ണുകളുള്ള 10-25 വയസ്സ് മാത്രമുള്ള ഒരു സുന്ദരി പെൺകുട്ടി. ഇത്തരം സ്ത്രീകളെല്ലാം ഒരുമിച്ചുള്ള സ്ഥലങ്ങളിൽ ആണ് അവളെ കണ്ടിരുന്നത്. അപ്പോൾ നമ്മളുള്ള യാത്രാ പഥത്തിന് മധ്യയിലായിരുന്നു ഇവരുടെ ഒരു സങ്കേതം. അവിടെ വെച്ച് കാണുന്ന ഒരാൾ. അപ്പോൾ അവരെ ഒരിക്കലും മറക്കാനാകാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാണുന്നതിൻ്റെ കാരണവും ഞാൻ ആ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കാണുന്നത് അവരിങ്ങനെ അനാഥ ശവം പോലെ റോഡരികിൽ കിടക്കുകയാണ്. എത്രയോ പേരുടെ പരിലാളനകൾ പണം കൊടുത്തിട്ടാണെങ്കിലും അവരുടെ പ്രേമഭാജനമായിരുന്നവൾ അല്ലെങ്കിൽ പരിലാളനകൾ ഏറ്റുവാങ്ങിയിരുന്നവൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ അവർക്ക് വേണ്ടി അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആളുകൾ കൊതിച്ചിരുന്ന അവർ ആർക്കും വേണ്ടാതെ ഒരു ശവമായി മാറിയപ്പോൾ ആ ശരീരം ആർക്കും വേണ്ടാതെ കീറത്തുണി മാത്രം വലിച്ചിട്ടിട്ട് നാണം മറച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലുള്ള അത് എൻ്റെ മനസ്സിൽ ആ ചിത്രം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പോലീസുകാരുടെ നടുവിൽ നിന്ന് ഞാനിങ്ങനെ ആളുകളെ വകഞ്ഞുമായിട്ട് നോക്കുമ്പോൾ ആരാണെന്ന് അറിയില്ല, റോഡരികിലൊരു അനാഥ ശവമാണ്. പെട്ടെന്ന് നോക്കുമ്പോഴാണ് സലീനയാണ്. അതുണ്ടാക്കിയൊരു ഷോക്ക് അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ രൂപം ബാക്കി നിൽക്കുന്നുണ്ട്.
ഒരു തീർത്തും വേദനയാണ്. അഭിസാരികയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആരും ഇല്ലാതായി പോയവളാണോ, അതോ അവൾ എങ്ങനെ ഈ സാഹചര്യത്തിൽ എത്തി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അന്ന് തന്നെ വേട്ടയാടിയിരുന്നു ഏറെക്കാലം. ഇതിനപ്പുറത്തേക്ക് നമ്മൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ളത് സമൂഹം വലിയ ആദരവോടെ കണ്ട ഒരു കാലഘട്ടം, ഇപ്പോഴും ആദരവോടെ കാണുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ അതിനെ മാപ്ര എന്ന് ചുരുക്കി വിളിക്കുന്ന രീതിയിലേക്ക്, അപഹസിക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതിനകത്ത് മാധ്യമപ്രവർത്തകർക്കും പങ്കുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ ഒരു കാലഘട്ടത്തിൽ വന്ന് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഉള്ളറകൾ ഇപ്പോഴും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് താങ്കൾ ഈ കഥകൾ എഴുതുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അനുഭവങ്ങളാണ്, അനുഭവത്തിൻ്റെ താളുകളിൽ നിന്ന് എഴുതുന്ന കഥകൾ. അതിനകത്ത് സരിത്തിനെ പോലുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യർ എവിടെ പോയി എന്നുള്ള ഒരു ചിന്തയുണ്ട്. സരിത്തിനെ പിന്നീട് അന്വേഷിച്ചിരുന്നു? സരിത്തിനെ അന്വേഷിച്ചിരുന്നു. സരിത്ത് മാധ്യമപ്രവർത്തകനല്ല. ഈ എല്ലായിടത്തും വേണ്ടതുപോലെ തന്നെ മാധ്യമപ്രവർത്തനത്തിൽ ഒരു ബ്രാൻഡിങ് നിർബന്ധമാണ്. അത് നിങ്ങളുടെ പേര് ഒപ്പമോ നിങ്ങളുടെ സ്ഥാപനത്തിനൊപ്പമുള്ള ഒരു ബ്രാൻഡിങ് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങും ആകാതെ പോകും. അത് പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും അവനവന് പറ്റുന്ന തരത്തിലുള്ളൊരു ബ്രാൻഡിങ് ഉണ്ടാക്കണം സ്ഥാപനങ്ങൾക്കപ്പുറത്ത്. ആ ബ്രാൻഡിങ് ഉണ്ടാക്കാത്തവരൊക്കെ ഒരു പക്ഷേ പിന്തള്ളപ്പെട്ടു പോകും. കാരണം എല്ലാ മനുഷ്യരും മാധ്യമപ്രവർത്തകരാണ്, എല്ലാവർക്കും അവരുടേതായ ചാനലുകളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തമായൊരു ബ്രാൻഡിങ് ഉണ്ടാക്കിയില്ലെങ്കിൽ, സ്വന്തം പേര് പറഞ്ഞാൽ നാലാൾ അറിയപ്പെടുന്ന തരത്തിലേക്ക് ആക്കിയില്ലെങ്കിൽ അവൻ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ നമ്മൾ ടെലിവിഷൻ്റെ സ്ക്രീനിലേക്ക് മുന്നിൽ വരുന്ന മനുഷ്യന്മാരെ മാത്രമേ ജനങ്ങൾക്ക് അറിയാവൂ. പക്ഷേ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിൻ്റെ പിറകിൽ ഡെസ്കിൽ അഹോരാത്രം പണിയെടുക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഈ ന്യൂസുകൾ ഇപ്പോൾ 24 മണിക്കൂർ വാർത്താ ചാനലുകൾ, അപ്പോൾ ഇത്തരം മരണങ്ങളോ ദുരന്തങ്ങളോ കലാപങ്ങളോ ഇലക്ഷനോ ഒക്കെ വരുമ്പോൾ ഈ മനുഷ്യരിങ്ങനെ ചാനലുകളുടെ സ്ക്രീനിന് മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാവും. പക്ഷേ അവരാ സ്ക്രീനിന് മുന്നിൽ നിറഞ്ഞു നിർത്തുമ്പോൾ അതിന് പിന്നിൽ പണിയെടുക്കുന്ന ന്യൂസ് പ്രൊഡ്യൂസർമാരുണ്ട്. ഞാനൊരു ന്യൂസ് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാതെ എത്രത്തോളം കഠിനതയേറിയ എൻ്റെ ഒരു ചാപ്റ്ററിൽ, സംരക്ഷണയോഗ്യമല്ലാത്ത ചാപ്റ്റർ കഥകളില്ല, ഒരു ചാപ്റ്ററിൽ ഈ ന്യൂസ് പ്രൊഡ്യൂസറുടെ പണി എന്താണെന്ന് കൃത്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നികേഷ് കുമാർ, എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന നികേഷ് കുമാർ, താങ്കളുടെ കയ്യിൽ നിന്നും സംഭവിക്കുന്ന ഒരു അബദ്ധത്തെ അത് മനസ്സിലാവാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് താങ്കൾ തീർച്ചയായും. കാരണം അത് അവിടെ പുള്ളി അന്ന് ആ ഇന്ത്യ വിഷൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഞാൻ ഈ ന്യൂസ് പ്രൊഡ്യൂസറായിട്ട് അവിടെ ചെല്ലുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ തെറ്റിന് ഒരു പക്ഷേ പുള്ളിയുടെ ഒരു അധികാരം വെച്ചിട്ട് പുള്ളി എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതോടുകൂടി നമ്മളില്ലാതായി മാറിപ്പോകും. അവിടെയൊക്കെ കിട്ടുന്ന അതെൻ്റെ ജീവിതകാലം മുഴുവൻ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഒരു പക്ഷേ വലിയ മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ചെല്ലുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു പുലികളുടെ മടയായിരുന്നു. ഈ TN ഗോപകുമാറും കോടമ്പാക്കം എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ അത് കോടമ്പാക്കത്തെ ഞാൻ എൻ്റെ ഏഷ്യാനെറ്റ് കാലത്തിന് മുമ്പുള്ള കാലത്തെയാണ് എൻ്റെ മാധ്യമപ്രവർത്തന കാലത്തെ കോടമ്പാക്കമായി കാണുന്നത്. കാരണം 6 മാസം പണിയെടുത്തിട്ട് നയാ പൈസ ശമ്പളം തരാത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഗതികേടിനെ കുറിച്ച് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. വെള്ളവും ഭക്ഷണം പോലും ഇല്ല, പക്ഷേ 24 മണിക്കൂർ ജോലിയുണ്ട് എന്ന നിലയിൽ അങ്ങനെയുള്ള പ്രവർത്തന കാലം എനിക്കുണ്ടായിരുന്നു. അത്തരം കാലം ഇപ്പോഴും ചില മനുഷ്യന്മാർക്കുണ്ടെന്ന് ചിലരിപ്പോഴും ചില സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോഴാണ് വളരെ ചെറിയ വേതനത്തിൽ പണിയെടുക്കുന്നു എന്നുള്ളതിൽ പറയുന്ന ചെറിയ വേതനം പോലും സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് വളരെ വലുതാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. മാത്രമല്ല ഈ ശ്രീകണ്ഠൻ നായരെ കുറിച്ച് ഒരു അധ്യായം തന്നെയുണ്ട്. കാരണം കോർപ്പറേറ്റ് അല്ല, ശ്രീകണ്ഠൻ നായർ ഒരു കോർപ്പറേറ്റ് അല്ല എന്ന് പറയുന്ന രീതിയിലേക്ക്, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലെ നന്മയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരിക്കുന്നു. ശ്രീകണ്ഠൻ നായർ എൻ്റെ ബോസായിരുന്നു. അദ്ദേഹം അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല എന്ന് 100% എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിലെ ഗ്രാമീണൻ നാട്ടുപുറത്തുകാരൻ്റെ അംശം കുറച്ച് കൂടുതലുള്ളതിൻ്റെ പ്രശ്നം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തെ പ്രതികരിക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ വർത്തമാന ശൈലിയും ഒക്കെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുമുണ്ട്. ആദ്യം പറയുന്നത് വിശ്വസിക്കുന്ന മനുഷ്യനാണെന്ന് പറയുകയും ചെയ്യും. കാരണം നമ്മൾ വളരെ അടുത്തറിഞ്ഞ മനുഷ്യരില്ല. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഏകദേശം 10-ലേറെ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിത വസന്തങ്ങളെ നമ്മൾ കൊടുത്ത സ്ഥാപനമാണ്. എൻ്റെ ജീവിത വസന്തത്തിൽ കൊടുത്ത സ്ഥാപനമാണ് ഏഷ്യാനെറ്റ്. ആ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാലത്ത് എൻ്റെ ബോസായിരുന്നു അദ്ദേഹം അകമഴിഞ്ഞ പിന്തുണ, അദ്ദേഹം നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഞാൻ എല്ലാ കാലത്തും നന്ദിയോടെ ഓർക്കാറുണ്ട്. താങ്കളിപ്പോൾ നമ്മൾ ശ്രീകണ്ഠൻ നായരെ കുറിച്ചാണ് പറഞ്ഞത്. പലപ്പോഴും ഈ പുസ്തകം വായിച്ചിട്ട് മറ്റു ചിലർ പറഞ്ഞൊരു അഭിപ്രായമാണ്, അത്
അതായത് ശ്രീകണ്ഠൻ നായർ എന്തിനാണ് ഷംനാദ് പുതുശ്ശേരി ഇത്ര, അതൊരു പക്ഷേ ശ്രീകണ്ഠൻ നായരെ കണ്ടുകൂടാത്ത ആളാണോ എന്താ പറഞ്ഞതെന്നറിയില്ല. അപ്പോൾ എന്തിനാണ് ഇത്രയും ഉയർത്തി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ, അങ്ങനെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? അവർക്കുള്ള മറുപടി എന്താ? അല്ല, ഞാൻ ഇതിന് തൊട്ടുമുമ്പുള്ള ചോദ്യത്തിൽ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞു. അദ്ദേഹം നീണ്ട 10 വർഷത്തെ കാലം എൻ്റെ ബോസായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ചില മനുഷ്യർക്ക് എന്നോടും ചിലർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ആ പുസ്തകം കൃത്യമായി വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കണ്ട ശ്രീകണ്ഠൻ നായരെ, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൽ എനിക്ക് തോന്നിയ, ഞാൻ അദ്ദേഹത്തിന് മാർക്കിടാനൊന്നും ആളല്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് തോന്നിയിരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മളേറെ അടുത്ത് പണിയെടുക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവും. പുറം ലോകത്തിനുള്ള ധാരണ തന്നെയാകണം നമുക്കത് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരണ ഇതാണ്, അത് എഴുതാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ എൻ്റെ വിമർശനമുണ്ട്, എനിക്ക് കിട്ടിയ നല്ല അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇനിയും ഒരുപാട് പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് അധ്യായങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. നമുക്ക് അതിന് ഇനിയും ഒരുപാട് വലിയ സമയം അനിവാര്യവുമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഇതൊക്കെ ഒരു കഥയാക്കണം അല്ലെങ്കിൽ ഒരു പുസ്തക രൂപത്തിലാക്കണം എന്നതിന് എന്താണ് ഇത് ഇങ്ങനൊരു പുസ്തക രൂപത്തിലാക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ, ഞാൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഇത് എന്തുകൊണ്ടൊരു പുസ്തകമാക്കിക്കൂടാ എന്നുള്ള നിരവധി സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അതിന് കാരണം സിനിമാ സംബന്ധിയായ നിരവധി പുസ്തകങ്ങൾ, നിരവധി ലേഖനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ചാനലുകളിലുണ്ട്. പക്ഷേ മലയാളം ടെലിവിഷനിലെ അതിലെ മനുഷ്യരെക്കുറിച്ചിട്ട്, അല്ലെ ജീവിതത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ നാടകങ്ങളെക്കുറിച്ചിട്ടോ ഒരു പുസ്തകം പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ടെലിവിഷനിൽ പിന്നിലും കുറച്ച് മനുഷ്യരുണ്ട്, അവർക്കും ഒരു ജീവിതമുണ്ട്, അവരും കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് പകർത്തി വെച്ച ഒരു പുസ്തകവും ഇല്ല എന്നിടത്താണ് ഞാനിതൊരു പുസ്തകമാക്കാൻ തീരുമാനിക്കുന്നതും. തീർച്ചയായും നിങ്ങൾ വായിക്കുമ്പോൾ സിനിമയ്ക്ക് പിന്നിലുള്ള മനുഷ്യന്മാർ മാത്രമല്ല, ടെലിവിഷന് പിന്നിലും പണിയെടുക്കുന്ന ഒരു പറ്റം മനുഷ്യർ, അവരുടെ സ്നേഹവും പ്രണയവും നൊമ്പരങ്ങളും സങ്കടങ്ങളും മരണവും ജീവിതവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായിട്ടും അറിയപ്പെടും. ഇപ്പോൾ സരിത്തിനെയൊക്കെ പോലെ ആരാലും അറിയപ്പെടാതെ പോയ എത്രയോ മാധ്യമപ്രവർത്തകരുണ്ടാകാം. നിങ്ങൾ ശ്രീകണ്ഠൻ നായരെ പോലെ ഇപ്പോഴും ലൈം ലൈറ്റ് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു, അത് പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഇത് പുസ്തകമാക്കാനുള്ള കാരണം. സ്വാഭാവികമായിട്ടും ഇതിന് അപ്പുറത്തൊരു രചന വന്നു എന്നുള്ളതാണ്. പിന്നീട് വിശുദ്ധൻ്റെ കുംഭസാരം എന്ന ആ ഒരു പേര്, ഒപ്പം തന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനകത്ത് എന്താണ് പൊതുവെ ഈ വായനക്കാരുമായി സംവദിക്കാൻ ഉദ്ദേശിച്ചത്? ടെലിവിഷൻ സംബന്ധിയായ പുസ്തകങ്ങളില്ല എന്നിടത്താണ് സംപ്രേഷണയോഗ്യമില്ലാത്ത കഥകൾ എന്ന പുസ്തകം വരാനുണ്ടായ സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞു. ആ പുസ്തകം കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞ ഉടൻ തന്നെ അച്ചടിച്ച മുഴുവൻ കോപ്പികളും വിറ്റുപോയി എന്നുള്ളതാണ്. തീർച്ചയായും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഏതൊരാൾക്കും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു മുഹൂർത്തമാണ്. പ്രകാശനം ചെയ്ത വേദിയിൽ വെച്ച് തന്നെ മുഴുവൻ കോപ്പികളും വിറ്റുതീരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മളിലുണ്ടാക്കുന്ന ഊർജ്ജം അത് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് വഴിതെളിച്ചു. കേരള വിഷൻ പബ്ലിക്കേഷൻസ് തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്ന് ഏറ്റു. ഈ അടുത്ത ദിവസങ്ങളിൽ മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പാർവതി ചേച്ചി എൻ്റെ മാധ്യമമേഖലയിൽ എൻ്റെ ആദ്യത്തെ ഗുരുവാണ്. അപ്പോൾ മിനിസ്റ്റർ ഭാര്യയ്ക്ക് നൽകി, അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി എൻ്റെ ഗുരുതുല്യായ പാർവതി ചേച്ചിക്ക് നൽകി അതിൻ്റെ പ്രകാശനം നിർവഹിച്ചു. എൻ്റെ ആദ്യത്തെ പുസ്തകം സ്വീകരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വിശുദ്ധന് കുമ്പസരിക്കാനുള്ള കാര്യങ്ങളും അറിയാനായി പ്രിയപ്പെട്ട വായനക്കാർ ആ പുസ്തകം വായിക്കുമെന്ന് കരുതുന്നു. സന്തോഷം. ഇനിയും താങ്കളുടെ പക്കൽ നിന്ന് ഒരുപാട് നല്ല രചനകളുണ്ടാവട്ടെ. കാരണം ഒരുപാട് നല്ല പരിപാടികൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചയാളാണ് താങ്കൾ. നന്ദി.